ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കുന്നത് നമ്മുടെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ സൈക്കോളജി എന്ന് പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കാണ്. അപ്പോൾ അതിലൊരു ക്ലാസ്സാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ ഇതായിരിക്കും മിക്കവാറും നമ്മുടെ ഈ ഒരു സൈക്കോളജി എന്ന് പറയുന്ന നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ ലാസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് MCQ ക്വസ്റ്റ്യനാണ് നോക്കുന്നത്. അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാമെന്നും പറയില്ല, ഒരേ ഒരു കാര്യം പറയുള്ളൂ. എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ പോയിൻറ്റ്സ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഒരു പേപ്പറും കൊണ്ടിരിക്കുക. മെയിൻ പോയിൻറ്റ്സ് എന്ത് ചെയ്യുക എഴുതിയെടുക്കുക, പിന്നെയും എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. മനസ്സിലായല്ലോ? അത് ഏത് ക്ലാസ്സിന് കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഒരു പേപ്പറും കൊണ്ട് ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റ് പറയുന്നത്, താൻ ഉൾപ്പെട്ട സംഘത്തിന് സ്വീകാര്യനായ അംഗമായി തീരാൻ ആവശ്യമായ മനോഭാവങ്ങളും മൂല്യങ്ങളും നൈപുണികളും ആർജിക്കാൻ ശിശുവിനെ പ്രാപ്തനാക്കുന്ന വികസന പ്രക്രിയയാണെന്തെന്ന് പറയുന്നത് സാമൂഹിക വികസനമെന്ന് പറയുന്നു. നമ്മുടെ ക്ലാസ് തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞതാണ്, മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്. ആ കോൺസെപ്റ്റ് വെച്ചാണ് എല്ലാം കറങ്ങി വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ താൻ ഉൾപ്പെട്ട സംഘത്തിന് സ്വീകാര്യനായ അംഗമായി തീരാൻ ആവശ്യമായ മനോഭാവങ്ങളും മൂല്യങ്ങളും നൈപുണികളും ആർജിക്കാൻ ശിശുവിനെ പ്രാപ്തനാക്കുന്ന വികസന പ്രക്രിയയാണ് സാമൂഹിക വികസനമെന്ന് പറയുന്നത്. നിങ്ങളൊരു സംഘത്തിലുണ്ടെങ്കിൽ ആ സംഘത്തിൽപ്പെട്ട ആളുമായിട്ട് ചേരാനുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു അംഗമായിട്ട് അവരുടെ ആ ഒരു മനോഭാവം, ആ മൂല്യം, ആ നൈപുണികൾ, ആ ഒരു ഇതിനെയാണ് നമ്മൾ സാമൂഹിക വികസനം എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, വ്യക്തിയുടെ സാൻമാർഗിക ബോധവും സാമൂഹിക ബോധവും പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്ന വികസന പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സാമൂഹിക വികസനമെന്ന് പറയുന്നത്. ഇപ്പോൾ എന്താണ്ട് സാമൂഹിക വികസനം, നമ്മുടെ വ്യക്തിയുടെ സാൻമാർഗികമായിട്ടുള്ള ബോധവും അവൻ്റെ സാമൂഹിക അവബോധവും എന്ത് ചെയ്യുന്നു, പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഒരു വികസന പ്രക്രിയ നമ്മൾ എന്തെന്ന് പറയുന്നടാ, അതിനെയാണ് നമ്മൾ സാമൂഹിക വികസനമെന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, സാമൂഹിക വികാസവുമായി ബന്ധപ്പെട്ട് ശക്തമായ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞൻ. എഴുതി വച്ച ആരാണ്? നമ്മുടെ എറിക്സൺ ആണ്. അപ്പോൾ സാമൂഹ്യ വികാസവുമായിട്ട് ബന്ധപ്പെട്ട് ശക്തമായ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞരാണ്. അത് എറിക്സൺ എന്ന് പറഞ്ഞാൽ മതി, എറിക്സൺ ആണ്. മനസ്സിലായല്ലോ? ഒന്നുകൂടി പറയാം. സാമൂഹ്യ വികാസവുമായി ബന്ധപ്പെട്ട് ശക്തമായ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞരാണ് എറിക്സൺ ആണ്. മനസ്സിലായല്ലോ? അടുത്ത പോയിന്റ്, 8 ഘട്ടങ്ങളിലായി മനോസാമൂഹിക വികസനം തയ്യാറാക്കിയത് എറിക്സൺ ആണ്. അപ്പോൾ 8 ഘട്ടങ്ങളിലായിട്ട് മനോസാമൂഹിക വികസനം തയ്യാറാക്കിയതാരാണ്? അത് നമ്മുടെ എറിക്സൺ ആണ്. ഓരോ ഘട്ടത്തിനും അതിൻ്റേതായ ഒരു പ്രതിസന്ധിയുണ്ടെന്നും അവ ഓരോരുത്തരും എങ്ങനെ നേരിടുന്നു എന്നതനുസരിച്ചാണ് വ്യക്തിത്വം രൂപപ്പെടുന്നത് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ്? നമ്മുടെ എറിക്സൺ ആണ്. അപ്പോൾ 8 തരങ്ങളിൽ മനോസാമൂഹിക വികസനം തയ്യാറാക്കിയത് എറിക്സൺ ആണ്. അതിൻ്റെ ഓരോ ഘട്ടത്തിനും തൻ്റേതായ പ്രതിസന്ധി ഉണ്ടെന്നും അവ ഓരോരുത്തരും എങ്ങനെ നേരിടുന്നു, ആ 8 ഘട്ടങ്ങളും ഓരോരുത്തരും എങ്ങനെ നേരിടുന്നു എന്നത് അനുസരിച്ചാണ് വ്യക്തിത്വം രൂപപ്പെടുന്നതും എന്ന് പറഞ്ഞതാരാണ്? നമ്മുടെ എറിക്സൺ ആണ്. ആരാണ്ട? എറിക്സൺ ആണ്. അപ്പോൾ അടുത്ത എറിക്സൻ്റെ കുറച്ച് പുസ്തകങ്ങളാണ്. എറിക്സൻ്റെ പ്രധാന പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? ചൈൽഡ്ഹുഡ് ആൻഡ് സൊസൈറ്റി, യങ് മാൻ ലൂതർ, ഗാന്ധീസ് ട്രൂത്ത്. അപ്പോൾ എറിക്സൻ്റെ പ്രധാന പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? ചൈൽഡ്ഹുഡ് ആൻഡ് സൊസൈറ്റി, യങ് മാൻ ലൂതർ, ഗാന്ധീസ് ട്രൂത്ത്. മനസ്സിലായല്ലോ? അടുത്ത നമ്മുടെ ചെറിയൊരു ടോപ്പിക്ക് നമ്മുടെ എറിക്സൻ്റെ കോൺട്രിബ്യൂഷൻസ് ആണ്. കോൺട്രിബ്യൂഷൻസ് ഓഫ് എറിക്സൺ. അപ്പോൾ അതിൽ ഒന്നാമത്തെയാണ് നമ്മുടെ മനോസാമൂഹിക വികസന സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്. അപ്പോൾ കോൺട്രിബ്യൂഷൻസ് ഓഫ് എറിക്സണിലെ ഒന്നാമത്തെ ടോപ്പിക്കാണ് മനോസാമൂഹിക വികസന സിദ്ധാന്തം. അതിലൊന്നാമത്തെ പോയിന്റ് പറയുന്നത്, സാമൂഹിക വികസന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ശക്തമായ കാഴ്ചപ്പാടുകൾ ഉന്നയിച്ച വ്യക്തിയാണ് നമ്മുടെ എറിക്സൺ എന്ന് പറയുന്നത്. അപ്പോൾ സാമൂഹിക വികസന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ശക്തമായ കാഴ്ചപ്പാടുകൾ ഉന്നയിച്ച വ്യക്തി ആരാണ്? നമ്മുടെ എറിക്സൺ മാമനാണ്.
അടുത്ത പോയിന്റ്, 8 വികസന ഘട്ടത്തിലൂടെയാണ് സാമൂഹിക വികസനം സാധ്യമാകുന്നതെന്ന് നമ്മുടെ എറിക്സൺ മാമൻ പ്രസ്താവിച്ചു. എറിക്സൺ മാമൻ ഈ പ്രസ്താവന നമ്മൾ കുറച്ചു മുമ്പേയും പറഞ്ഞതാണ്, റിപ്പീറ്റ് അടിച്ച് പിന്നെയും പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ 8 വികസന ഘട്ടത്തിലൂടെയാണ് സാമൂഹിക വികസനം സാധ്യമാകുന്നതെന്ന് ആര് പറഞ്ഞു? നമ്മുടെ എറിക്സൺ മാമൻ പറഞ്ഞു. അടുത്ത പോയിന്റ്, ഓരോ ഘട്ടത്തിലും നേരിടുന്ന പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം. അതും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഓരോ ഘട്ടത്തിലും നേരിടുന്ന പ്രതിസന്ധിയെ അവരെങ്ങനെ മറികടക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഒരു വ്യക്തിയുടെ വ്യക്തിത്വം ഇരിക്കുന്നത്. അടുത്ത പോയിന്റ്, സൈക്കോ അനാലിസിസിൽ മനോവിശ്ലേഷണത്തിൽ തൻ്റേതായ സംഭാവനകൾ നൽകിയ അന്ന ഫ്രോയിഡിൻ്റെ കീഴിലാണ് ആര്? നമ്മുടെ എറിക്സൺ മാമൻ പരിശീലിച്ചത്. അന്ന അമ്മൂമ്മയുടെ കീഴിൽ ആര് പരിശീലിച്ചു? നമ്മുടെ കുട്ടിയായ എറിക്സൺ മാമൻ പരിശീലിച്ചു. അപ്പോൾ ഒന്നുകൂടി പറയാം, സൈക്കോ അനാലിസിസിൽ മനോവിശ്ലേഷണത്തിൽ തൻ്റേതായ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് നമ്മുടെ അന്നാമാമി. അപ്പോൾ അന്നാമാമിയുടെ കീഴിലാണ് ആര്? നമ്മുടെ എറിക്സൺ മാമൻ പരിശീലിച്ചത്. അന്ന് എറിക്സൺ മാമൻ കൊച്ചായിരുന്നു. മനസ്സിലായല്ലോ? അടുത്ത പോയിന്റ്, ഓരോ വികസനത്തിനും അടിസ്ഥാന രൂപരേഖ ഉണ്ടാകും. എല്ലാ ഭാഗവും വളർന്നു വന്നതിനു ശേഷമാണ് ശരിയായ പൂർണ്ണത എന്ത് ചെയ്യുന്നത്? പ്രാപിക്കുന്നത്. അപ്പോൾ ഓരോ വികാസത്തിനും പല വികാസങ്ങളുണ്ടാകാം. ഓരോ വികാസത്തിനും അടിസ്ഥാന രൂപരേഖ എന്ത് ചെയ്യും? ഉണ്ടാകും. എല്ലാ ഭാഗവും എന്താണ്? വളർന്നു വന്നതിനു ശേഷമാണ് ശരിയായ പൂർണ്ണത പ്രാപിക്കുന്നത്. അടുത്ത പോയിന്റ്, ഓരോ ഘട്ടത്തെയും പേരുകൾ ആ കാലഘട്ടത്തിൽ വ്യക്തി അനുഭവിക്കുന്ന പ്രതിസന്ധികളെ പ്രകടമാക്കുന്നവയാണ്. അപ്പോൾ ഓരോ കാലഘട്ടത്തെയും പേരുകൾ എന്താണ്? ആ ഒരു കാലഘട്ടത്തിൽ വ്യക്തി അനുഭവിക്കുന്ന പ്രതിസന്ധികളെ പ്രകടമാക്കുന്നവയാണ്. അതിലൊന്നാമത്തേത് പറയുന്നത് പ്രാഥമിക വിശ്വാസം അല്ലെങ്കിൽ അവിശ്വാസം, ബേസിക് ട്രസ്റ്റ് ആൻഡ് മിസ്ട്രസ്റ്റ്. അപ്പോൾ ഒന്നാമത്തേത് പ്രാഥമിക വിശ്വാസം അല്ലെങ്കിൽ അവിശ്വാസം, ബേസിക് ട്രസ്റ്റ് അല്ലെങ്കിൽ മിസ്ട്രസ്റ്റ്. ജനനം മുതൽ 1.5 വയസ്സ് വരെയാണ്. അടുത്ത പോയിന്റ്, ആദ്യകാല അനുഭവങ്ങളിൽ നിന്നു തന്നെ ലോകത്തിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ച് ഒരു പ്രാഥമിക ധാരണ എന്ത് ചെയ്യുന്നു? ഉടലെടുക്കുന്നു. കുട്ടിയുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുകയും ആഹ്ലാദകരമായ തരത്തിൽ സ്നേഹവും പരിചരണവും ലഭിച്ചാൽ ലോകത്തെക്കുറിച്ച് ആ കുട്ടിക്ക് എന്താണ്? നല്ല വിശ്വാസം ഉടലെടുക്കും. അടുത്ത പോയിന്റ്, സുരക്ഷിതത്വം അനുഭവിക്കാത്തവർ അരക്ഷിതത്വ ബോധം എന്ത് ചെയ്യുന്നു? പ്രകടിപ്പിക്കുന്നു. അല്ലെങ്കിൽ മനസ്സിലായോ? സിമ്പിളാണ്. അപ്പോൾ ഒന്നാമത് പറയുന്നത് എന്താണ്? ജനനം മുതൽ 1.5 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ് പ്രാഥമിക വിശ്വാസം അല്ലെങ്കിൽ അവിശ്വാസം, ബേസിക് ട്രസ്റ്റ് ആൻഡ് മിസ്ട്രസ്റ്റ് എന്ന് പറയുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഈ വയസ്സ് വരെയാണ്. ആദ്യകാല അനുഭവങ്ങളിൽ നിന്നു തന്നെ ലോകത്തിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ച് എന്ത് ചെയ്യുന്നത്? ആ ഒരു കുട്ടിക്ക് ഒരു പ്രാഥമിക ധാരണ ഉണ്ടാകുന്നു. കുട്ടിയുടെ ആവശ്യങ്ങൾ, ഓരോ കുട്ടികൾക്കും പല ആവശ്യങ്ങൾ കാണുമല്ലോ ആ ഒരു സമയത്ത്. അപ്പോൾ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുകയും ആഹ്ലാദകരമായ തരത്തിൽ സ്നേഹവും പരിചരണവും ആ കുട്ടിക്ക് നല്ല വൃത്തിയായിട്ട് ലഭിച്ചാൽ എന്താണ്? അവന് ലോകത്തെക്കുറിച്ചുള്ള നല്ല വിശ്വാസം ഉടലെടുക്കും. ആ ഒരു സുരക്ഷിതത്വവും സ്നേഹവും അനുഭവിച്ചില്ലെങ്കിൽ ആ കുട്ടിക്ക് എങ്ങനെയാണ്? ആ കുട്ടിക്ക് അരക്ഷിതത്വ ബോധം ഉണ്ടാവും. അറിയാമല്ലോ? അപ്പോൾ ആ ഒരു സമയത്ത് കുട്ടിക്ക് കിട്ടുന്ന കെയറും സ്നേഹവും പോലെ ഇരിക്കും. മനസ്സിലായല്ലോ? അത്രയേ ഉള്ളൂ. അടുത്ത നമ്മുടെ രണ്ടാമത്തെ കാര്യമാണ് സ്വാശ്രയത്വം അല്ലെങ്കിൽ ജാള്യതയും സംശയവും, അല്ലെങ്കിൽ നമ്മൾ ലജ്ജ എന്ന് പറയും. ഇംഗ്ലീഷിൽ എന്താണ്? ആട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്. സ്വാശ്രയത്വം അല്ലെങ്കിൽ ജാള്യതയും സംശയവും അല്ലെങ്കിൽ ലജ്ജ, നമ്മുടെ ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടം എപ്പോഴാണ്? 1.5 വയസ്സ് മുതൽ 3 വയസ്സ് വരെയാണ് ഈ ഒരു കാലഘട്ടമെന്ന് പറയുന്നത്. നല്ല പരിസ്ഥിതിയും രക്ഷകർത്തൃത്വവും അനുഭവിക്കുന്ന കുട്ടി സ്വയം പര്യാപ്തനും തൻ്റെ ഇടമുള്ളവനുമായിട്ട് എന്ത് ചെയ്യുന്നു? മാറുന്നു. അപ്പോൾ 1.5 വയസ്സ് മുതൽ 3 വയസ്സ് വരെയാണ് ഈ കാലഘട്ടം. നല്ല പരിസ്ഥിതിയും നല്ല രക്ഷകർത്തൃബോധവും അനുഭവിക്കുന്ന കുട്ടി എന്താണ്? അവൻ നല്ല ഒരു തൻ്റെ ഇടമുള്ളവനായിട്ട് മാറുന്നു. ഈ ഘട്ടത്തിൽ തന്നെ നിയന്ത്രിക്കുന്നതിനുള്ള കഴിവ് ആദ്യമായി പരീക്ഷിക്കപ്പെടുന്നത് മലിന വിസർജ്യത്തിൻ്റെ നിയന്ത്രണങ്ങൾ വരുമ്പോഴാണ്. ഇതിൽ പരാജയപ്പെടുമ്പോൾ ജാള്യത അനുഭവപ്പെടുന്നു. മനസ്സിലായല്ലോ? മൂത്രമൊഴിക്കൽ, അതേപോലെ തന്നെ നമ്മുടെ രണ്ടിന് പോകുമ്പോൾ അത് പിടിച്ചു നിർത്തൽ. മനസ്സിലായല്ലോ? ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിൽ തന്നെ നിയന്ത്രിക്കുന്നതിനുള്ള കഴിവ് ആദ്യമായി പരീക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ്? വിസർജ്യത്തിൻ്റെ നിയന്ത്രണങ്ങൾ വരുമ്പോഴാണ്. ഇതിൽ പരാജയപ്പെടുമ്പോൾ എന്ത് ചെയ്യുന്നു? ജാള്യത അനുഭവപ്പെടുന്നു.
പലതരത്തിലുള്ള ശീലങ്ങൾ കുട്ടി പരീക്ഷിക്കുന്ന ഘട്ടമാണ് ഈ ഒരു നമ്മുടെ ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട് എന്ന് പറയുന്ന ആ ഒരു ഘട്ടമെന്ന് പറയുന്നത്. ഉദാഹരണം അടക്കി നിർത്തൽ. മനസ്സിലായല്ലോ, എന്താണെന്ന് മനസ്സിലാക്കാണല്ലോ. സ്വന്തമായി വയ്ക്കൽ, വിട്ടുകൊടുക്കൽ, മനസ്സിലായ്മ, പിന്നെന്താണ് കളയൽ, കൊടുക്കൽ, ഉദാരത, ധാരാളിത്തം. ഈ ഒരു ഉദാഹരണങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ അല്ലെ നമ്മുടെ മുമ്പത്തെ പോയിന്റ് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. അത്രയേ ഉള്ളൂ. അടുത്ത പോയിന്റ്, കുട്ടിയുടെ പരിസ്ഥിതിയും സാഹചര്യവും അനുകൂലമല്ലെങ്കിൽ അവൻ ലജ്ജാലുവും സ്വാശ്രയബോധം ഇല്ലാത്തവനുമായിട്ട് മാറുമെന്നാണ് പറയുന്നത്. അപ്പോൾ കുട്ടിയുടെ പരിസ്ഥിതിയും അതേപോലെ തന്നെ അവൻ്റെ സാഹചര്യവും അനുകൂലമല്ലെങ്കിൽ എന്താണ്, അവൻ ലജ്ജാലുവും സ്വാശ്രയബോധവും ഇല്ലാത്തവനുമായിട്ട് മാറുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്, സ്വാശ്രയത്വം, ജാള്യത അല്ലെങ്കിൽ സംശയം എന്ന് പറയുന്നത്. ഞാനിത് പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. റിപ്പീറ്റ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്താൽ നമ്മുടെ വീഡിയോയിലെ ലെങ്ത് അങ്ങ് കൂടി അങ്ങ് പോകും. ഞാനങ്ങ് പറഞ്ഞങ്ങ് പോകും. കാരണം എനിക്കിതൊരു ഇഷ്ടമുള്ള പരിപാടിയാണ് ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ആ ഒരു മനസ്സിലായല്ലോ. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ വീഡിയോ ആണ് ശ്രദ്ധിച്ചത്. പോട്ടെ, അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് മൂന്നാമത്തെയാണ് മുൻകൈ എടുക്കൽ അല്ലെങ്കിൽ കുറ്റബോധം അല്ലെങ്കിൽ നേതൃത്വ ഗുണം. പിന്നെയാണ് ഒരാൾ പറഞ്ഞത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അപ്പോൾ അത് നമ്മൾ ചെറിയ ഇതൊക്കെയാണെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് പോയാൽ മതിയല്ലോ, അപ്പോൾ അത് പിന്നെയും കാണാൻ പറ്റുമല്ലോ യൂട്യൂബിൽ. ഞാൻ ഒരു കാര്യം മറന്നുപോയി. ഞാനിത് അറിഞ്ഞൂടാതെ കുറേ കാര്യങ്ങൾ മുമ്പേ ചെയ്തിട്ടുണ്ട്. പോട്ടെ, എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, നമ്മുടെ യൂട്യൂബിൻ്റെ ആ ഒരു കുറേ കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെ. പോട്ടെ, മൂന്നാമത്തേത് മുൻകൈ എടുക്കൽ അല്ലെങ്കിൽ കുറ്റബോധം അല്ലെങ്കിൽ നേതൃത്വ ഗുണം, ഇനിഷ്യേറ്റീവ് വെസസ് ഗിൽറ്റ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ 3 മുതൽ 6 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടമാണ് മുൻകൈ എടുക്കൽ അല്ലെങ്കിൽ കുറ്റബോധം, നേതൃത്വ ഗുണം, ഇനിഷ്യേറ്റീവ് വെസസ് ഗിൽറ്റ് എന്ന് പറയുന്നത്. ശാരീരികവും ബുദ്ധിപരവും ഭാഷാപരവുമായ വികസനം സാധിക്കുന്നതോടെ സ്വന്തമായി പലതും ചെയ്യാനായിട്ട് ആര് ശ്രമിക്കുന്നു? നമ്മുടെ കൊച്ചുകുട്ടികൾ ശ്രമിക്കുന്നു. ശാരീരികവും ബുദ്ധിപരവുമായിട്ടുള്ള ഭാഷാ വികസനം നടക്കുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും? പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നു. അടുത്ത പോയിന്റ് എന്താണ്? സാഹസികമായ പ്രവർത്തനങ്ങളും ചെയ്യാനായിട്ട് മുതിരുന്നു. അപ്പോൾ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടി എന്താണ് സാഹസികം എന്ന് പറയുമ്പോൾ എന്താണ്? മല കയറാൻ പോകും? ഇല്ലല്ലോ. ചെറിയ നമ്മുടെ ചെറിയ തിട്ടപ്പുറത്തെ കയറി ബഹളം ഉണ്ടാകാൻ മനസ്സിലായില്ല, ആ ഒരു പരിപാടിയാണ്. സാഹസികമായ പ്രവർത്തനങ്ങളും ചെയ്യാനായിട്ട് മുതിരുന്നു. അടുത്ത പോയിന്റ്, എറിക്സന്റെ അഭിപ്രായത്തിൽ കളിപ്രായം നല്ല ഭൗതിക പരിസ്ഥിതി ലഭിക്കുന്നവൻ നേതൃത്വ ഗുണം പ്രകടമാക്കും. നമ്മുടെ എറിക്സൺ മാമൻ പറയുന്നത് എന്താണ്? ആ കളിപ്രായം എന്ന് പറയുന്ന ആ ഒരു പ്രായം നല്ല നമ്മുടെ നേതൃത്വ ഗുണം, ആ കളിപ്രായം എന്ന് പറയുന്ന പ്രായത്തിൽ നമ്മുടെ നല്ല ഭൗതിക പരിസ്ഥിതി ലഭിക്കുന്നവൻ എന്ത് ചെയ്യുന്നു? നേതൃത്വ ഗുണം നല്ല വൃത്തിയായിട്ട് പ്രകടമാക്കുമെന്നാണ് നമ്മുടെ എറിക്സൺ മാമൻ പറയുന്നത്. വ്യക്തിത്വത്തിൽ സദാചാരത്തിൻ്റെ തലം ഉയർന്നു വരുന്ന ഘട്ടമാണിത്. അപ്പോൾ ഒരു വ്യക്തിത്വത്തിൽ സദാചാരത്തിൻ്റെ തലം ഉയർന്നു വരുന്ന ഘട്ടമാണെന്ത്? നമ്മുടെ ഈ ഒരു ഘട്ടമെന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, നല്ല പരിസ്ഥിതി കിട്ടാത്തവരും സ്വയം പ്രാപ്തിക്ക് അവസരം ലഭിക്കാത്തവരും കുറ്റബോധവും അപകർഷതാബോധവും എന്ത് ചെയ്യുന്നു? പ്രകടമാക്കും. സ്വാഭാവികമാണ്, നമ്മൾ പറഞ്ഞതാണ്. നല്ല ഒരു പരിസ്ഥിതി നമ്മളെല്ലാത്തിലും പറയുന്നതാണ്. നല്ലൊരു എല്ലാ കാര്യത്തിലും നല്ലൊരു ഇത് കിട്ടാത്തവൻ എന്ത് ചെയ്യും? അവന് കുറ്റബോധം ഉണ്ടാവും, അപകർഷതാബോധവും ഉണ്ടാവും. അടുത്ത 4മത്തേത് ഊർജ്ജസ്വലത അല്ലെങ്കിൽ അപകർഷത, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. നമുക്കറിയാമല്ലോ, ഈ വാക്ക് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അത് പറയുന്നത് 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയാണ് ഈ കാലഘട്ടം കടന്നു പോകുന്നത്. സമപ്രായക്കാരുമായുള്ള ചങ്ങാത്തം ഈ ഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. ഊർജ്ജസ്വലത അല്ലെങ്കിൽ അപകർഷത, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെ ആ സമയത്ത് എന്താണ്? സമപ്രായക്കാരുമായിട്ടുള്ള ചങ്ങാത്തം നമ്മുടെ ഈ ഒരു ഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. മനസ്സിലായല്ലോ. അടുത്ത പോയിന്റ്, മറ്റുള്ളവരുമായി കൂട്ടുകൂടാനും സഹകരണ മനോഭാവത്തോടെ പ്രവർത്തിക്കാനും മറ്റുള്ളവരുടെ അംഗീകാരം നേടാനും ശ്രമിക്കുന്ന ഘട്ടം. 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയാണ്. അപ്പോഴെന്താണ് അങ്ങനെയല്ലേ പോകുള്ളൂ ആ ഒരു ഘട്ടം. അടുത്ത പോയിന്റ്, കുടുംബത്തിൽ നിന്ന് അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കുന്ന കുട്ടി ആത്മവിശ്വാസമുള്ളവനും ഊർജ്ജസ്വലനും ആയിരിക്കും. നമുക്കറിയാമല്ലോ, നമ്മൾ മുമ്പും പറഞ്ഞതാണ്. അടുത്ത പോയിന്റ്, ഇതിൽ പരാജയപ്പെടുമ്പോൾ എന്താണ്? കുട്ടിയിൽ അപകർഷതാബോധം വളരും. അതും നമ്മൾ പറഞ്ഞതാണ്. ഈ പ്രായത്തിൽ കുട്ടികൾ ആത്മവിശ്വാസം, ഉണർവ്, പ്രതീക്ഷകൾ, മികവ്, ശേഷികൾ എന്നീ വികാസങ്ങളോ അല്ലാത്ത പക്ഷം അപകർഷത, ഉൾവലിയൽ, ഭയം തുടങ്ങിയവയോ രൂപം കൊള്ളും. ഇത് നമ്മൾ പറഞ്ഞില്ല. അപ്പോൾ ഈ പ്രായത്തിൽ എന്താണ്? കുട്ടികളിൽ ആത്മവിശ്വാസം, അതേപോലെ തന്നെ ഉണർവ്, അതേപോലെ തന്നെ പ്രതീക്ഷകൾ, മികവ്, ശേഷികൾ എന്നീ വികാസങ്ങളോ അല്ലാത്ത പക്ഷം അപകർഷത, ഈ ഒരു കാര്യങ്ങൾ ഉണ്ടായില്ലെങ്കിൽ അപകർഷത, ഉൾവലിയൽ, ഭയം തുടങ്ങിയ ആ ഒരു സംഭവങ്ങൾ എന്ത് ചെയ്യുന്നു? ആ ഒരു കുട്ടിയുടെ ആ ഒരു
ക്യാരക്ടറിൽ എന്ത് ചെയ്യുന്നു, അത് സ്വാധീനിക്കുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് പറയുന്നത്, വേറെ ഒന്നുമില്ല. ഈ പ്രായത്തിൽ കുട്ടികളിൽ ആത്മവിശ്വാസം, ഉണർവ്, പ്രതീക്ഷകൾ, മികവ്, ശേഷികൾ എന്നീ വികാസങ്ങളോ അല്ലാത്ത പക്ഷം എന്താണ്, അപകർഷത, ഇതൊക്കെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, അപകർഷത, ഉൾവലിയൽ, അതേപോലെ തന്നെ ഭയം തുടങ്ങിയവ എന്ത് ചെയ്യുന്നു, ആ ഒരു കുട്ടിയുടെ ക്യാരക്ടറിൽ എന്ത് ചെയ്യുന്നു, രൂപം കൊള്ളുന്നു. അടുത്ത പോയിന്റ്, ഇത്തരം വികാരങ്ങൾ രൂപപ്പെടുന്നതിൽ വിദ്യാലയത്തിനും സമൂഹത്തിനും കുടുംബത്തിനും അനുഭവങ്ങൾക്കും എന്തുണ്ട്, പങ്കുണ്ട്. അറിയാമല്ലോ, ഈ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന സമൂഹജീവിയാണ്. ഒരു കുട്ടിയെ ഇത്തരം കാര്യങ്ങൾ അവൻ്റെ ക്യാരക്ടറിനെ രൂപപ്പെടുന്നുണ്ടെങ്കിൽ ആരൊക്കെ അതിൽ പങ്കുണ്ടാവുകയും, നമ്മുടെ വിദ്യാലയത്തിന്, സമൂഹത്തിന്, കുടുംബത്തിന്, പിന്നെന്താണ്, അവൻ്റെ അനുഭവങ്ങൾക്കും അതിൽ പങ്കുണ്ട്. നല്ല വിദ്യാലയത്തിൽ നല്ല ശിക്ഷണം, അതേപോലെ തന്നെ നല്ല കാര്യത്തിൽ അവൻ വളരുകയാണെങ്കിൽ എന്താണ്, അവൻ നല്ല കാര്യങ്ങളിലേക്ക് പോകും. നല്ല കുടുംബമാണെങ്കിൽ അവൻ നല്ല കാര്യങ്ങളിലേക്ക് പോകും. നല്ല സമൂഹവും നല്ല അനുഭവങ്ങളും കിട്ടുന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും, നല്ല കാര്യങ്ങളിലേക്ക് പോകും. നെഗറ്റിവിറ്റിയാണ് എല്ലാ സ്ഥലത്തും ഇതേപോലെ കിട്ടുന്നെങ്കിൽ എന്ത് ചെയ്യും, അവൻ അതേപോലെ നെഗറ്റീവായിട്ട് മാറും. അടുത്ത പോയിന്റ്, കുട്ടിയുടെ കഴിവിനെ തിരിച്ചറിഞ്ഞ് അംഗീകാരം നൽകിയാൽ അവൻ ആത്മബോധമുള്ളവനും ഊർജ്ജസ്വലനുമായി മാറുന്നു. അപ്പോൾ ഒരു കുട്ടിയുടെ അവന് ഇത്ര കഴിവുണ്ട്, അവന് നല്ലൊരു അംഗീകാരം നൽകിയാൽ അവൻ ആത്മബോധമുള്ളവനും ഊർജ്ജസ്വലനുമായി മാറുന്നു. നമുക്കറിയാമല്ലോ, നമ്മൾ പറഞ്ഞതാണ്, മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. മനസ്സിലായല്ലോ? അടുത്ത പോയിന്റ്, എന്നാൽ തൻ്റെ കഴിവിനെ തിരിച്ചറിയാതെ കഴിവുകൾക്ക് പ്രോത്സാഹനം ലഭിക്കാത്ത കുട്ടി എല്ലായിടത്തും എന്ത് ചെയ്യുന്നു, പരാജിതനാകുന്നു. അപ്പോൾ ഒരു കുട്ടിക്ക് കഴിവുണ്ട്, അവൻ്റെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ല. അപ്പോൾ എന്ത് ചെയ്യും, ആ ഒരു കുട്ടി എല്ലായിടത്തും എന്ത് ചെയ്യുന്നു, പരാജിതൻ ആകുന്നു. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ ഈ ഒരു നമ്മുടെ ടോപ്പിക്ക്, നമ്മുടെ ഊർജ്ജസ്വലത അല്ലെങ്കിൽ അപകർഷത, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി എന്ന് പറയുന്നത്. വലിയ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കേട്ട് വെച്ചിരുന്നാൽ. അടുത്ത അഞ്ചാമത്തേത്, സ്വബോധം, റോൾ അല്ലെങ്കിൽ റോൾ സംശയങ്ങൾ, വ്യക്തിത്വ സ്ഥാപനം, വ്യക്തിത്വ പ്രതിസന്ധി, ഐഡൻറ്റിറ്റി വെസസ് റോൾ കൺഫ്യൂഷൻ എന്ന് പറയും. അപ്പോൾ എന്താണ് സ്വബോധം അല്ലെങ്കിൽ റോൾ സംശയങ്ങൾ? നമ്മുടെ ഐഡൻറ്റിറ്റി വെസസ് റോൾ കൺഫ്യൂഷൻ എന്താണെന്ന് നോക്കാം. 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ കാലം? കൗമാരകാലമാണ്. എന്ന് പറയുമ്പോൾ ഉള്ളൂ. അപ്പോൾ കൗമാരകാലമാണ് നമ്മുടെ ഈ ഒരു ഐഡൻറ്റിറ്റി വെസസ് റോൾ കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. ആ ഒരു വാക്കിൽ തന്നെ നമുക്ക് മനസ്സിലായി, നമ്മൾ കൗമാരത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കാലത്തെയാണ് നമ്മൾ കൗമാരം എന്ന അഡോളസൻസ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ 18 വയസ്സല്ല, ഒരു 19-20 വയസ്സ്, ആ ഒരു കാലഘട്ടമാണ് കറക്റ്റ് അഡോളസൻസ് എന്ന് പറയുന്നത്. എറിക്സൺ മാമൻ്റെ വികസന ഘട്ടങ്ങളിൽ ഏറ്റവും പ്രധാനമായവ. അപ്പോൾ എറിക്സൺ മാമൻ്റെ വികസന ഘട്ടങ്ങളിൽ ഏറ്റവും പ്രധാനമായവയാണെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഘട്ടമെന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി വെസസ് റോൾ കൺഫ്യൂഷൻ, സ്വബോധം അല്ലെങ്കിൽ റോൾ സംശയങ്ങൾ. അതിൽ പറയുന്നത് പ്രതിസന്ധികളുടെ കാലം. നമുക്കറിയാം, നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞതാണ് കൗമാരത്തെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ നമുക്കൊന്ന് തുടങ്ങാം. എന്താണ് പ്രതിസന്ധികളുടെ കാലം എന്ന് പറയുന്നത്? സാമൂഹ്യ സംഘങ്ങളിലുള്ള ഇടപെടൽ. അറിയാലോ, ഈ കാലത്തിലുണ്ടായിരിക്കും. ശാരീരികമായ മാറ്റങ്ങൾ വന്നു തുടങ്ങുന്ന കാലം. അറിയാം, ഇത് നമ്മൾ പറഞ്ഞതാണ്. ലൈംഗികമായ പക്വത, ബുദ്ധിപരമായ വികാസം സാധ്യമാകുന്ന ഘട്ടം. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ എന്താണ് റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ വീഡിയോ കണ്ടവർ കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ശാരീരിക മാറ്റങ്ങൾ വന്നു തുടങ്ങുന്ന കാലം, ലൈംഗികമായ പക്വത, ബുദ്ധിപരമായ വികാസം സാധ്യമാകുന്ന ഘട്ടം. അടുത്ത പോയിന്റ്, കുട്ടിക്കാലത്തു നിന്ന് മാറുകയും എന്നാൽ മുതിർന്നവരായി മാറാതിരിക്കുകയും ചെയ്യും. സംഘർഷപരമായ കാലം. നമുക്കറിയാമല്ലോ, കുട്ടിക്കാലത്തു നിന്ന് ആ ഒരു മാറിയ കാലഘട്ടം, എന്നാൽ അവർ മുതിർന്നവരായിട്ട് മാറിയുമില്ല. മനസ്സിലായല്ലോ? രാത്രിയുമല്ല പകലുമല്ല, സന്ധ്യ എന്ന് പറയുന്ന സമയമുണ്ടല്ലോ, അതേപോലെ സംഘർഷപരമായ കാലമാണ് ഈ കാലമെന്നാണ് നമ്മുടെ എറിക്സൺ മാമൻ പറയുന്നത്. ഈ കാലഘട്ടത്തിലെ സംശയങ്ങളും പ്രശ്നങ്ങളുമാണ് ഈ ഘട്ടത്തിലെ പ്രത്യേകത. ഇതും നമ്മൾ പറഞ്ഞതാണ്. ഈ കാലഘട്ടത്തിൽ എന്താണ്, സംശയങ്ങളും അതേപോലെ തന്നെ പ്രശ്നങ്ങളും ഉണ്ടാവും. അതേപോലെ തന്നെ പല സംഘർഷങ്ങളും മനോവികാരങ്ങളും ഉണ്ടാവും. അതൊക്കെ ഈ ഒരു ഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ ഘട്ടത്തിൽ കുട്ടിയുടെ സ്ഥാനവും റോളും എന്തെന്ന് മനസ്സിലാക്കലാണ് ഒരു കുട്ടിയുടെ കടമ. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഒരു കുട്ടിയുടെ അവൻ്റെ സ്ഥാനം എന്താണ്, സമൂഹത്തിൽ അവൻ്റെ സ്ഥാനം, അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ സ്ഥാനം എന്താണ്, അവൻ്റെ റോൾ എന്താണ് എന്ന് മനസ്സിലാക്കലാണ് ആ ഒരു കുട്ടിയുടെ കടമ. ഇത് മനസ്സിലാക്കാൻ സാധിക്കാതെ വരുമ്പോൾ വ്യക്തിത്വവും ചുറ്റുപാടും പ്രതിസന്ധി നിറഞ്ഞതാകുന്നു. അപ്പോൾ ഈ ഒരു നമ്മുടെ ആ ഒരു സ്ഥാനം, നമ്മുടെ ഈ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്ഥാനം എന്ന് പറയുന്നത് അവനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താണ്, സാധിക്കാതെ വരുമ്പോൾ ആ ഒരു വ്യക്തിയുടെ ചുറ്റുപാടും എന്ത് ചെയ്യുന്നു, പ്രതിസന്ധി നിറഞ്ഞത് ആകുന്നു. മനസ്സിലായല്ലോ? ഇതാണ് പ്രതിസന്ധികളുടെ കാലമെന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത നമ്മുടെ 6ാമത്തെ ചെറിയൊരു ടോപ്പിക്കാണ് ആഴത്തിലുള്ള അടുപ്പം അല്ലെങ്കിൽ ഒറ്റപ്പെടൽ,
നല്ല സൗഹൃദം അല്ലെങ്കിൽ ഏകാകിത്വം. ഇൻറ്റിമസി വെസസ് ഐസൊലേഷൻ. നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞെന്താണ്, സ്വബോധം, റോള്, ആ കാര്യങ്ങൾ നമ്മുടെ ഐഡൻറ്റിറ്റി വെസസ് റോൾ കൺഫ്യൂഷനാണ് പറഞ്ഞത്. അടുത്തേതാണ് നമ്മുടെ ആഴത്തിലുള്ള അടുപ്പം അല്ലെങ്കിൽ ഒറ്റപ്പെടൽ, നല്ല സൗഹൃദം അല്ലെങ്കിൽ ഏകാകിത്വം. അതിനെക്കാട്ടി നല്ല നമ്മുടെ ഇംഗ്ലീഷ് അങ്ങ് നോക്കിയാൽ മതി. ഇൻറ്റിമസി വെസസ് ഐസൊലേഷൻ. അപ്പോൾ ഇത് പറയുന്നത് എന്താണ്, 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെ യൗവന കാലഘട്ടമാണ്. അടുത്ത് കൗമാര യൗവനാരംഭ ഘട്ടത്തിലെ നല്ല സാമൂഹ്യ ചുറ്റുപാടുകളും സൗഹൃദ ബന്ധങ്ങളും നല്ല വ്യക്തിത്വത്തിന് എന്ത് ചെയ്യുന്നു, ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു, നല്ല വ്യക്തിത്വ വികസനത്തിന് വഴിയൊരുക്കുന്നു. അപ്പോൾ ഒരു കൗമാര യൗവന കാലഘട്ടം, നമ്മുടെ 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെയാണ് യൗവനം എന്ന് പറയുന്നത്. ആ ഒരു കൗമാര യൗവന ആരംഭം, ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ആ ഒരു കാലഘട്ടത്തിൽ നല്ല സാമൂഹിക ചുറ്റുപാടുകൾ, നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ്, ആ ഒരു വ്യക്തി നല്ല വ്യക്തിത്വ വികസനത്തിന് വഴിയൊരുക്കുന്നു. അടുത്ത പോയിന്റ്, പക്വമായ സ്വത്വബോധമുണ്ടായിട്ടുള്ളവർ മാത്രമേ തൻ്റെ ശക്തിയും ദൗർബല്യങ്ങളും മറ്റുള്ളവരുടെ മുൻപിൽ തുറന്ന് കാട്ടുകയുള്ളൂ. അപ്പോൾ പക്വമായ സ്വത്വബോധം ഉണ്ടായിട്ടുള്ളവർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവർ തൻ്റെ ശക്തിയും ദൗർബല്യങ്ങളും എന്ത് ചെയ്യുള്ളൂ, മറ്റുള്ളവരുടെ മുൻപിൽ തുറന്ന് കാട്ടുകയുള്ളൂ. ഇതൊക്കെ നിങ്ങൾ കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് കേട്ട് പോയാൽ മതി, അല്ലെങ്കിൽ വായിച്ചങ്ങ് പോയാൽ മതി. അടുത്ത പോയിന്റ്, മറയില്ലാതെയുള്ള അടുപ്പത്തിനും സൗഹൃദത്തിനും വ്യക്തിയെ സഹായിക്കുന്ന ഘടകമാണ് സ്വബോധം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മറയില്ലാതെയുള്ള അടുപ്പം, നമുക്കറിയാമല്ലോ, മറയില്ലാതെയുള്ള അടുപ്പത്തിനും അതേപോലെ തന്നെ സൗഹൃദത്തിനും വ്യക്തിയെ സഹായിക്കുന്ന ഘടകമാണ് എന്തെന്ന് പറയുന്നത്, സ്വബോധം എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ്, അല്ലാത്തവരാകട്ടെ എങ്ങനെയാണ്, സ്വയം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളെ ഭയക്കുകയും ഏകാന്തതയ്ക്ക് നിർബന്ധിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊന്നും എത്തിപ്പെടാത്ത വ്യക്തികൾ എങ്ങനെയായിരിക്കും, അങ്ങനെയല്ലാത്തവരാണെങ്കിൽ അവരെങ്ങനെയായിരിക്കും, അവർ ആ സ്വയം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളെ ഭയക്കുകയും, എല്ലാത്തിലും പറയും പോലെ തന്നെ എങ്ങനെയായിരിക്കും, അവർ ഏകാന്തതയ്ക്ക് ആ ഒരു രീതിയിൽ അവരങ്ങ് പോകും. അപ്പോൾ ആ ഒരു സമയം നമ്മുടെ 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള കാര്യങ്ങൾ നമ്മളൊരുവിധം പ്രൊഡക്റ്റീവായിട്ട് നല്ല സമൂഹത്തിൽ നല്ല സുഹൃത്ത് ബന്ധങ്ങളോട് കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും നമ്മൾ നല്ല ലെവലിൽ പോകുമെന്നാണ് പറയുന്നത്. അടുത്ത ഏഴാമത്തേത് പറയുന്നത്, സൃഷ്ടി അല്ലെങ്കിൽ മുരടിപ്പ്, സർഗാത്മകത അല്ലെങ്കിൽ അലസത. ജനറേറ്റിവിറ്റി വെസസ് സ്റ്റാഗ്നേഷൻ. അപ്പോൾ എന്താണ് സൃഷ്ടി, മുരടിപ്പ്, സർഗാത്മകത അല്ലെങ്കിൽ അലസത, ജനറേറ്റിവിറ്റി വെസസ് സ്റ്റാഗ്നേഷൻ എന്ന് നോക്കാം. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെ എന്ന് പറയുമ്പോൾ നമ്മുടെ മധ്യവയസ്സെന്ന് പറയും. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഒരു വ്യക്തി തൻ്റെ അനുഭവങ്ങളിലൂടെയും മാനസികാവസ്ഥയിലൂടെയും സ്വ അവബോധം വളർത്തിയെടുക്കുന്ന ഘട്ടമാണ് ഈ ഒരു ഘട്ടം എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു കാലഘട്ടം നമ്മൾ ചുറ്റുപാട് നോക്കിയാൽ നമുക്ക് മനസ്സിലെന്താണ്, ഒരു വ്യക്തി തൻ്റെ അനുഭവങ്ങളിലൂടെയും മാനസികാവസ്ഥയിലൂടെയും സ്വ അവബോധം വളർത്തി എടുക്കുന്ന ഘട്ടമാണ് ഈ ഒരു ഘട്ടമെന്ന് പറയുന്നത്. കുട്ടിക്കാലവും കൗമാരവും അവസാനിച്ച് പക്വതയിൽ എത്തിച്ചേരുന്ന അവസ്ഥ. അപ്പോൾ കുട്ടിക്കാലവും കൗമാരവും അവസാനിച്ച് എങ്ങനെ എത്തുന്നു, അവൻ ഒരു വ്യക്തി പക്വതയിൽ എത്തിച്ചേരുന്ന അവസ്ഥയാണ് ഇതെന്ന് പറയുന്നത്. വ്യക്തിയുടെ അറിവ് പകർന്നു കൊടുക്കുക, പുതുതലമുറയെ വളർത്തിയെടുക്കുക. അപ്പോൾ അറിയാമല്ലോ, ആ ഒരു വ്യക്തിക്ക്, നല്ല വ്യക്തി, ഒരു പോസിറ്റീവ് ഇത് കിട്ടിയ വ്യക്തികൾക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ, നെഗറ്റിവിറ്റി കിട്ടിയ വ്യക്തികൾക്ക് അത് പറ്റില്ല, അറിയാമല്ലോ. അപ്പോൾ ഒരു വ്യക്തിയുടെ അറിവ് പകർന്നു കൊടുക്കുക, അതേപോലെ തന്നെ പുതുതലമുറയെ വളർത്തിയെടുക്കുക എന്നുള്ള ഒരു പ്രിൻസിപ്പിളാണെന്ത് ഈ ഒരു കാലഘട്ടത്തിൽ വ്യക്തികൾ ചെയ്യേണ്ടത്. പുതിയ അറിവ് സൃഷ്ടിക്കൽ, സർഗാത്മകതയുടെ പുതിയ മേഖലയിൽ വ്യാപരിക്കൽ, കാര്യക്ഷമമായ തൊഴിൽ രീതി. ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നത്, നമ്മുടെ വ്യക്തികൾ ചെയ്യേണ്ടത്. അടുത്ത പോയിന്റ്, പക്വതയാർന്ന സമീപനം എന്നിവ ഈ കാലഘട്ടത്തെ ആരോഗ്യപരമാക്കുന്നു. അപ്പോൾ പക്വതയാർന്ന ഒരു സമീപനം എവിടെ നിന്ന് കിട്ടും, ഈ കാലഘട്ടത്തിലെ വ്യക്തികളിൽ നിന്ന് എന്ത് ചെയ്യും, നമ്മുടെ സമൂഹത്തിന് ലഭിക്കും. യൗവനം സർഗാത്മകതയുടെയും നിർമ്മാണക്ഷമതയുടെയും കാലഘട്ടമാണ്. അപ്പോൾ യൗവനം എന്ന് പറയുന്നത് എന്താണ്, സർഗാത്മകതയുടെയും അതേപോലെ തന്നെ എന്താണ്, നിർമ്മാണക്ഷമതയുടെയും കാലഘട്ടം ആണ് എന്നാണ് പറയുന്നത്.
അടുത്ത പോയിന്റ്, സാഹചര്യം വ്യത്യസ്തമാണെങ്കിൽ, നമ്മൾ മുമ്പും പറഞ്ഞാണ് സാഹചര്യം വ്യത്യസ്തമാണെങ്കിൽ എന്താണ് നെഗറ്റിവിറ്റി ആ ഒരു ഇതിലേക്കാണ് പോകുന്നതെങ്കിൽ അവൻ എന്താവും, അലസനും നിശ്ചലനും മുരടിപ്പുള്ളവനുമായിട്ട് മാറുന്നു. അപ്പോൾ സാഹചര്യം കറക്റ്റ് അല്ല എങ്കിൽ അവൻ എന്താവും, അലസനാവും, അതേപോലെ തന്നെ നിശ്ചലനാവും, പിന്നെന്താണ് അവൻ മുരടിപ്പുള്ളവനുമായിട്ട് മാറുന്നു. അപ്പോൾ ഇത്രയാണ് പറഞ്ഞത്, റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല, സിമ്പിള് കാര്യങ്ങളാണ്. അടുത്ത 8ാമത്തേതാണ് മനസന്തുലനം അല്ലെങ്കിൽ തളർച്ച, സമഗ്രത അല്ലെങ്കിൽ നിരാശ. ഇൻറ്റഗ്രിറ്റി വെസസ് ഡെസ്പയർ എന്ന് പറയും. അപ്പോൾ മനസന്തുലനം അല്ലെങ്കിൽ തളർച്ച, സമഗ്രത അല്ലെങ്കിൽ നിരാശ, ഇൻറ്റഗ്രിറ്റി വെസസ് ഡെസ്പയർ. വാർദ്ധക്യം അഥവാ 60 വയസ്സിന് ശേഷം, അറിയാമല്ലോ. അപ്പോൾ 60 വയസ്സിന് ശേഷം ഉള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞത്, മനസ്സിലായല്ലോ. അപ്പോൾ 60 വയസ്സിന് ശേഷമുള്ള കാര്യമാണ് പറഞ്ഞത്. വാർദ്ധക്യം അഥവാ 60 വയസ്സിന് ശേഷം. മനസന്തുലനം അല്ലെങ്കിൽ തളർച്ച, സമഗ്രത, നിരാശ, ഇൻറ്റഗ്രിറ്റി വെസസ് ഡെസ്പയർ, അതിൽ വരുന്ന കാര്യമാണ് പറഞ്ഞത്. കുട്ടിക്കാലത്ത് മറ്റുള്ളവരുടെ പരിചരണം, കൗമാരകാലത്ത് അർത്ഥപൂർണമായ കാഴ്ച, യൗവനം ആത്മബന്ധം, സമൂഹത്തിന് തന്നാലാവുന്ന സംഭാവനകൾ നൽകി പുതുതലമുറയെ വാർത്തെടുക്കുവാൻ സാധിക്കുകയും ചെയ്താൽ കഴിഞ്ഞു പോയ കാലത്ത് സന്തുഷ്ടനും ആത്മവിശ്വാസമുള്ളവനും ആകുന്നു. അപ്പോൾ എന്താണത്, സമൂഹത്തിൽ തന്നാലാകുന്ന സംഭാവനകൾ നൽകി പുതുതലമുറയെ വാർത്തെടുക്കുവാൻ സാധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്താണ്, കഴിഞ്ഞു പോയ കാലത്ത് സന്തുഷ്ടനും ആത്മവിശ്വാസമുള്ളവനും ആകുന്നു. നമ്മൾ ആ വന്ന ഒരു 8 കാര്യങ്ങളുണ്ടല്ലോ, നമ്മുടെ എറിക്സൻ്റെ ഇതാണ്. അപ്പോൾ 8 കാര്യങ്ങളിൽ കറക്റ്റായിട്ട് വരികയാണെങ്കിൽ ഈ ഘട്ടത്തിൽ എന്ത് ചെയ്യും, അവൻ ആ ഒരു സന്തുലിതാവസ്ഥയിൽ പോകുമെന്നാണ് പറയുന്നത്. അടുത്ത്, ജീവിതത്തിൻ്റെ സമഗ്രത സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുന്നു. ശേഷിച്ച ജീവിതം ആത്മവിശ്വാസത്തോടെ ജീവിക്കുന്നു. വേറൊന്നുമല്ല, ഇത്രയും ഈ ഒരു നമ്മുടെ ഓരോ സ്റ്റേജിലും വന്ന ആൾക്കാരെന്താണ്, അവരുടെ ആ ഒരു വരവ് കറക്റ്റായിട്ടുള്ളതാണ് എങ്കിൽ, സന്തുലിതാവസ്ഥ എന്ന് പറയുമ്പോൾ കറക്റ്റ് ചുറ്റുപാട്, നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് വരികയാണെങ്കിൽ എന്താണ്, അവൻ ശേഷിച്ച ജീവിതം ആത്മവിശ്വാസത്തോടെ ജീവിക്കുന്നു. അല്ലാത്തവരെങ്ങനെയാണ്, അവർ നിരാശയിലൂടെ കടന്നു പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ. നമ്മളിപ്പോൾ പറഞ്ഞത് നമ്മുടെ ലാസ്റ്റ് സ്റ്റേജാണ്, 8ാമത്തെ സ്റ്റേജാണ്. ഇത് ആരാണ് കൊണ്ടുവന്നത് ആരാണ്, നമ്മൾ പറഞ്ഞ ആരാണ്, നമ്മുടെ എറിക്സൺ ആണ്. എറിക് മാമനാണ് ഇത് കൊണ്ടുവന്നത്, എറിക്സൺ മാമനാണിത് കൊണ്ടുവന്നത്. 8 ഘട്ടങ്ങളാണ് നമ്മൾ പറഞ്ഞത്. വികസന ഘട്ടത്തിലൂടെ ഒരു മനുഷ്യൻ, 8 വികസന ഘട്ടത്തിലൂടെ ഒരു മനുഷ്യൻ കടന്നു പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ 8 വികസന ഘട്ടങ്ങളും നമ്മൾ പറഞ്ഞു, മനസ്സിലായല്ലോ. അപ്പോൾ അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് മോറൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ എന്താണ് മോറൽ ഡെവലപ്മെൻ്റ് എന്ന് നമുക്ക് നോക്കാം. അതിലാദ്യം പറയുന്നത് നമ്മുടെ സാൻമാർഗിക വികാസത്തെക്കുറിച്ച്, അതായത് നമ്മുടെ മോറൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ശ്രദ്ധേയമായ പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞൻ, അത് നമ്മുടെ ലോറൻസ് കോൾബർഗ് ആണ്. അപ്പോൾ സാൻമാർഗിക വികാസത്തെക്കുറിച്ച് ശ്രദ്ധേയമായ പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞരാണ്, അത് ലോറൻസ് കോൾബർഗ്. കോൾബർഗിൻ്റെ പ്രശസ്തമായ കൃതികൾ നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ദ ഫിലോസഫി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ്, രണ്ടാമത്തേത് ദ സൈക്കോളജി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ കോൾബർഗിൻ്റെ പ്രശസ്തമായ കൃതികൾ ഏതൊക്കെയാണ്, ദ ഫിലോസഫി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റും ദ സൈക്കോളജി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റും. കോൾബർഗ് നൈതിക വികാസം സംബന്ധിച്ച ആശയങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിന് അടിസ്ഥാനമാക്കിയ സാങ്കല്പിക കഥ. അപ്പോൾ നമ്മുടെ കോൾബർഗിനെ കുറിച്ച് പറയുമ്പോൾ, കോൾബർഗ് ഒരു കഥ മെനഞ്ഞ് എന്ന് പറയുമ്പോൾ ഒരു സാങ്കല്പിക കഥ നമ്മുടെ കോൾബർഗ് മെനഞ്ഞിട്ട്, അങ്ങനെയാണ് നമ്മുടെ കോൾബർഗ് നൈതിക വികാസം സംബന്ധിച്ച ആശയങ്ങൾ ചിട്ടപ്പെടുത്തിയത്. മനസ്സിലായല്ലോ. അപ്പോൾ ആ കഥയുടെ പേരാണ് ഹെയിൽസ് ഡിലമ്മ എന്ന് പറയുന്ന കഥയാണ്. അപ്പോൾ കോൾബർഗ് നൈതിക വികാസം സംബന്ധിച്ച ആശയങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിന് അടിസ്ഥാനമാക്കിയ സാങ്കല്പിക കഥ ഏതാണ്, അതാണ് ഹെയിൽസ് ഡിലമ്മ. എന്താണ് ഹെയിൽസ് ഡിലമ്മ? മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ അതിലൊന്നാമത്തെ പോയിന്റ് പറയുന്നത്, ചിക്കാഗോയിലെ 72 വെള്ളക്കാരായ കുട്ടികൾക്ക് മുന്നിൽ തൻ്റെ പ്രസിദ്ധമായ ഹെയിൽസ് ഡിലമ്മയുടെ കഥ അവതരിപ്പിച്ച് അവരുടെ പ്രതികരണങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ടാണ് സാൻമാർഗിക വികസനവുമായി ബന്ധപ്പെട്ട ഘട്ടങ്ങൾ നമ്മുടെ കോൾബർഗ് കണക്കാക്കിയത്. അപ്പോൾ ഒന്നുകൂടി പറയാം, ചിക്കാഗോയിലെ 72 വെള്ളക്കാരായ കുട്ടികൾക്ക് മുന്നിൽ
മുന്നിൽ തൻ്റെ പ്രസിദ്ധമായ ഹെയ്ൻസ് ദിലമ്മയുടെ കഥ അവതരിപ്പിച്ച് അവരുടെ പ്രതികരണങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ടാണ് സാൻമാർഗിക വികസനവുമായി ബന്ധപ്പെട്ട ഘട്ടങ്ങൾ കണക്കാക്കിയത്. ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. ഇതുകൂടിയാകുമ്പോൾ നമ്മുടെ ഈ ഒരു സൈക്കോളജി എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഈ ഒരു ടോപ്പിക് എന്ത് ചെയ്യും, കഴിയും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് MCQ ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ ആണല്ലോ. അടുത്ത പോയിന്റ്, 3 രംഗങ്ങളിലായി ഹെയ്ൻസ് ഡിലമ്മ എന്ന പ്രശസ്തമായ കഥ അവതരിപ്പിച്ചത് നമ്മുടെ ലോറൻസ് കോൾബർഗ് ആണ്. അപ്പോൾ 3 രംഗങ്ങളിലായിട്ട് ഹെയ്ൻസ് ഡിലമ്മ എന്ന പ്രശസ്തമായ കഥ അവതരിപ്പിച്ചതാരാണ്? ഈ വെള്ളക്കുട്ടികളുടെ, നമ്മുടെ വെള്ളക്കാരായ കുട്ടികളുടെ ഫ്രണ്ടിൽ ഈ കഥ അവതരിപ്പിച്ച ആരാണ്? നമ്മുടെ ലോറൻസ് കോൾബർഗ് ആണ്. അപ്പോൾ ആദ്യ രംഗം ഞാൻ ജസ്റ്റ് വായിക്കാൻ കേട്ടിരുന്നാൽ മതി. ഹെയ്ൻസ് എന്നു പേരുള്ള ഒരാളുടെ ഭാര്യ മാരകമായ ക്യാൻസർ രോഗം ബാധിച്ച് മരണാസന്നയായി കിടക്കുകയാണ്. ഈ രോഗത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു മരുന്ന് ഒരു യുവ ഡോക്ടർ കണ്ടെത്തിയിരിക്കുന്നു. ഏകദേശം $200 റേഡിയം ഉപയോഗിച്ച് നിർമ്മിച്ച അപൂർവമായ ഈ മരുന്നിന് വളരെ വലിയ വിലയാണ്. ഏകദേശം $4000 വരും. ഹെയ്ൻസ് ഈ മരുന്ന് വാങ്ങുന്നതിനായി പലരോടും കടം ചോദിച്ചു. എന്നാൽ ആവശ്യമായ പണം സ്വരൂപിക്കാൻ ഹെയ്ൻസിന് സാധിച്ചില്ല. മരുന്നിൻ്റെ വില കുറച്ചു തരാൻ അദ്ദേഹം അപേക്ഷിച്ചെങ്കിലും നടന്നില്ല. ഈ ഘട്ടത്തിൽ ഹെയ്ൻസ് മരുന്ന് മോഷ്ടിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ അടുത്ത് നമ്മുടെ ലോറൻസ് കോൾബർഗ് കുറച്ച് ചോദ്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ചോദ്യങ്ങളിലൂടെയാണ് നമ്മുടെ കോൾബർഗ് കാര്യങ്ങൾ ചോദിച്ചറിയുന്നത് എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഒരു തിയറിയിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം. ഹെയ്ൻസ് എന്നു പേരുള്ള ഒരാളുടെ ഭാര്യ മാരകമായ ക്യാൻസർ രോഗം ബാധിച്ച് മരണാസന്നയായി കിടക്കുകയാണ്. ഈ രോഗത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു മരുന്ന് ഒരു യുവ ഡോക്ടർ കണ്ടെത്തിയിരുന്നു എന്നുള്ളൊരു ന്യൂസ് കേട്ടു. ഏകദേശം $200 റേഡിയം ഉപയോഗിച്ച് നിർമ്മിച്ച അപൂർവമായ ആ മരുന്നിന് വളരെ വലിയ വിലയാണ്. ഏകദേശം $4000 വരും. അപ്പോൾ നമ്മുടെ ഹെയ്ൻസ് എന്ത് ചെയ്തു? ഈ മരുന്ന് വാങ്ങുന്നതിനായി പലരോടും കടം ചോദിച്ചു. എന്നാൽ എന്താണ്, ആവശ്യമായ പണം സ്വരൂപിക്കാൻ നമ്മുടെ ഹെയ്ൻസിന് സാധിച്ചില്ല. മരുന്നിൻ്റെ വില കുറച്ചു തരാൻ അദ്ദേഹം അപേക്ഷിച്ചെങ്കിലും നടന്നില്ല. ഈ ഘട്ടത്തിൽ എന്ത് ചെയ്തു? നമ്മുടെ ഹെയ്ൻസ് എന്ത് ചെയ്തു? മരുന്ന് മോഷ്ടിക്കാൻ തീരുമാനിച്ചു. അതിലൊന്നാമത്തെ ചോദ്യം നമ്മുടെ ലോറൻസ് കോൾബർഗ് ചോദിക്കുന്നത്, ഡോക്ടറുടെ പരീക്ഷണശാലയിൽ കടന്ന് ഹെയ്ൻസിന് ആ മരുന്ന് മോഷ്ടിക്കാമോ? ഇൻ കേസ് മോഷ്ടിക്കാമെങ്കിൽ എന്തുകൊണ്ട്? ഇൻ കേസ് മോഷ്ടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അത് എന്തുകൊണ്ട്? ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ ലോറൻസ് കോൾബർഗ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്നുകൂടി പറയാം. ഡോക്ടറുടെ പരീക്ഷണശാലയിൽ കടന്ന് ഹെയ്ൻസിന് ആ മരുന്ന് മോഷ്ടിക്കാമോ? മോഷ്ടിക്കാമെങ്കിൽ അതെന്തുകൊണ്ട്? മോഷ്ടിച്ചൂടാ എങ്കിൽ അത്, അല്ലെങ്കിൽ എന്തുകൊണ്ട്? മനസ്സിലായല്ലോ. ഈ ഒരു ചോദ്യമാണ് മുന്നോട്ട് വച്ചത്. അടുത്ത രംഗമാണ്. കഥയിലെ പ്രധാന കഥാപാത്രമായ ഹെയ്ൻസ് ഡോക്ടറുടെ പരീക്ഷണശാലയിൽ കടന്ന് മരുന്ന് മോഷ്ടിച്ചു. അപ്പോൾ നമ്മുടെ ഹെയ്ൻസ് എന്ത് ചെയ്തു? രണ്ടാമത്തെ രംഗത്തിൽ നമ്മുടെ ഹെയ്ൻസ് ഡോക്ടറുടെ പരീക്ഷണശാലയിൽ കടന്ന് മരുന്ന് മോഷ്ടിച്ചു. മരുന്ന് മോഷ്ടിച്ച കാര്യം അടുത്ത ദിവസത്തെ പത്രത്തിൽ വരികയും ഹെയ്ൻസിൻ്റെ സുഹൃത്തായ പോലീസുകാരൻ ബ്രൗൺ ഹെയ്ൻസിനെ തലേ ദിവസം പരീക്ഷണശാലയ്ക്ക് അടുത്ത് കണ്ടിരുന്നു. രാത്രി ഒരാൾ പരീക്ഷണശാലയിൽ നിന്നും പുറത്തേക്ക് ഓടുന്നതായും എന്ത് ചെയ്തു? അദ്ദേഹം കണ്ടു. ആര് കണ്ടു? നമ്മുടെ ബ്രൗണ് കണ്ടു. അപ്പോൾ ചോദ്യം പറയാം. ബ്രൗൺ കണ്ട കാര്യങ്ങൾ അയാൾ ഉന്നത അധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടോ? ഇൻ കേസ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? നമ്മുടെ റിപ്പോർട്ട് ചെയ്യണ്ട എങ്കിൽ അത് എന്തുകൊണ്ട്? ഇതാണ് ചോദ്യം. അപ്പോൾ ഒന്നുകൂടി നമ്മൾ പറഞ്ഞ കാര്യം പറയാം. അപ്പോൾ അടുത്ത രംഗം 2 പറയുന്നത് ആദ്യം നമ്മുടെ ഹെയ്ൻസ് മോഷ്ടിക്കാൻ കയറി. രണ്ടാമത് പറയുന്നത് എന്താണ്? കഥയിലെ പ്രധാന കഥാപാത്രമായ ഹെയ്ൻസ് ഡോക്ടറുടെ പരീക്ഷണശാലയിൽ കടന്ന് എന്ത് ചെയ്തു? മരുന്ന് മോഷ്ടിച്ചു. മരുന്ന് മോഷ്ടിച്ച കാര്യം അടുത്ത ദിവസത്തെ പത്രത്തിൽ വരികയും നമ്മുടെ ഈ ഒരു ഹെയ്ൻസിൻ്റെ സുഹൃത്തായ പോലീസുകാരൻ ബ്രൗണ് ഹെയ്ൻസിനെ എന്ത് ചെയ്യുന്നു? തലേ ദിവസം ഈ ഹെയ്ൻസ് അവിടെ നമ്മുടെ ബ്രൗൺ അവിടെ നിന്നപ്പോൾ ഹെയ്ൻസ് ഈ ഒരു പരീക്ഷണശാലയുടെ അടുത്ത് ഇയാളെ നമ്മുടെ ഹെയ്ൻസിനെ ബ്രൗണ് കണ്ടിരുന്നു. രാത്രി ഒരാൾ പരീക്ഷണശാലയിൽ നിന്നും പുറത്തേക്ക് ഓടുന്നതായിട്ട് ആര് കണ്ടു? നമ്മുടെ ബ്രൗണ് കണ്ടു. മനസ്സിലായല്ലോ. അപ്പോൾ ആ ഒരു ചോദ്യമാണ് അടുത്ത് വരുന്നത്. ബ്രൗൺ കണ്ട കാര്യങ്ങൾ അയാൾ ഉന്നത അധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എങ്കിൽ അതും എന്തുകൊണ്ട്? ഈ ചോദ്യമാണ് അടുത്ത് ആരുന്നയിച്ചത്? നമ്മുടെ ലോറൻസ് കോൾബർഗ് ഉന്നയിച്ചത്. അടുത്ത 3ാമത്തെ രംഗമാണ്. ബ്രൗൺ കണ്ട രംഗങ്ങൾ അദ്ദേഹം ഉന്നത അധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. ഹെയ്ൻസ് പിടിക്കപ്പെടുന്നു.
കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യുന്നു. അടുത്ത ചോദ്യം, കുറ്റം തെളിഞ്ഞാൽ 2 വർഷത്തെ തടവിന് വിധിക്കേണ്ടതുണ്ടോ? വേണമെങ്കിൽ എന്തുകൊണ്ട്, വേണ്ട എങ്കിൽ എന്തുകൊണ്ട്? അപ്പോൾ മൂന്നാമത്തെ രംഗം എന്താണ്? ബ്രൗൺ കണ്ട രംഗങ്ങൾ അദ്ദേഹം ഉന്നത അധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. ഹെയ്ൻസ് പിടിക്കപ്പെടുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു? കോടതിയിൽ ഹാജരാക്കുന്നു. അപ്പോൾ കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ 2 വർഷത്തെ തടവിന് അദ്ദേഹത്തെ നമ്മുടെ ഹെയ്ൻസിനെ വിധിക്കേണ്ടതുണ്ടോ? ഇൻ കേസ് വിധിക്കണമെങ്കിൽ എന്തുകൊണ്ട്, വേണ്ട എങ്കിൽ എന്തുകൊണ്ട്? ഇതാണ് നമ്മുടെ ലോറൻസ് കോൾബർഗ് ചോദിച്ച ചോദ്യം. എന്തിനാണ് ഇങ്ങനെ ചോദിച്ചെന്തിനായിരിക്കും? നമ്മുടെ മോറൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സാൻമാർഗിക വികാസം അല്ലെങ്കിൽ നൈതിക വികാസത്തെ സംബന്ധിച്ച ആശയങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിനായിട്ട് നമ്മുടെ ലോറൻസ് കോൾബർഗ് ഉണ്ടാക്കിയ ഒരു സാങ്കല്പിക കഥയാണ് ഇതെന്ന് പറയുന്നത്. ഈ ഒരു സാങ്കല്പിക കഥ വഴിയാണ് നമ്മുടെ ലോറൻസ് കോൾബർഗ് നൈതിക വികാസം സംബന്ധിച്ച ആശയങ്ങൾ ചിട്ടപ്പെടുത്തിയത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക്ക്, നമ്മുടെ മോറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നോക്കാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സൈക്കോളജിയിലെ ഈ ഒരു ടോപ്പിക്കിൽ നോക്കാനുണ്ടായിരുന്നത്. അടുത്ത വീഡിയോയിൽ നമ്മൾ MCQ നോക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ഓക്കെ ആണെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.